അതേ സമയത്ത് റബ്ബിന്റെ നിഅമത്തുകൾ പറയണം. അത് റബ്ബ് തന്നു എന്ന നിലയ്ക്ക് റബ്ബിനോടുള്ള സ്നേഹനിമിത്തം പറയണം. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താവിന്റെ നന്മകൾ ഇങ്ങനെ കൂട്ടാളികളോട് പറയും. എനിക്ക് അങ്ങനെ ചെയ്തു എന്ന ഭർത്താവാണ്, ഇങ്ങനെ ചെയ്തു എന്ന ഭർത്താവാണ് എന്റെ ഭർത്താവിനെ കുറിച്ച് പറയും, മഹത്വം പറയും. സ്നേഹിക്കാത്ത ഭാര്യക്കത് പറയാൻ കഴിയില്ല. എങ്കിൽ അല്ലാഹുവിനെ സ്നേഹിക്കുന്ന അടിമ അല്ലാഹുവിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കണം. സുബ്ഹാനല്ലാഹി തംലഉൽ മീസാൻ അൽഹംദുലില്ലാഹി തംലഉ മാ ബൈനസ് സമാഇ വൽ അർള്. ധാരാളം പറയണം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഏറ്റവും ചുരുങ്ങിയത് കഴിയുമെങ്കിൽ രാവിലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം പറയണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വൈകുന്നേരവും പറയണം സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധതയെ നാം വാഴ്ത്തുന്നു. ഒരു ന്യൂനതയുമില്ലാത്തവനാണവൻ. അവനെ പുകഴ്ത്തി പറയുന്നതോടുകൂടെ, അവനെ സ്തുതിക്കുന്നതോടുകൂടെ ധാരാളം ചൊല്ലണം ഉമ്മമാരെ. സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി. അതും രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം പ്രത്യേകം സുന്നത്താണ്, ഹദീസിൽ വന്നിട്ടുള്ളതാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പ്രത്യേകം സുന്നത്താണ്. ധാരാളം റബ്ബിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. എപ്പോഴും പറയണം അൽഹംദുലില്ലാഹ്. റബ്ബിനെ സ്തുതിക്കണം. ധാരാളം ദിക്റുകൾ ചൊല്ലണം. അപ്പോഴാണ് ഖൽബ് തെളിയുന്നത്, അപ്പോഴാണ് ഖൽബ് ശുദ്ധീകരിക്കപ്പെടുന്നത്. നാവ് കൊണ്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കണം. നാവ് കൊണ്ട് മനസ്സ് തുടക്കുക, അതിന് ദിക്റ് കൂട്ടി തുടക്കുക. ഇങ്ങനെ ദിക്റ് ചൊല്ലുമ്പോൾ അല്ലാഹു നമ്മുടെ ഖൽബിന് വലിയ നൂറ് തരും, വലിയ പ്രകാശം തരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളം ചൊല്ലണം. ഇപ്പൊ സമയമില്ല, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാ വിഷയത്തിലും പ്രസംഗിച്ച സീഡികളുണ്ട്. വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല സുഖമായിട്ട് കേൾക്കാൻ സൗകര്യമുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പൊ നീട്ടുന്നില്ല. ഞാൻ നാദാപുരത്ത് കഴിഞ്ഞ കൊല്ലം 7 ദിവസം വേദ പറഞ്ഞു. അതിന്റെ 9 കൊല്ലം 7 ദിവസം പറഞ്ഞു. അതിന്റെ 9 കൊല്ലം 7 ദിവസം പറഞ്ഞു. ഒക്കെ സീഡി കിട്ടും. അതിനൊക്കെ സീഡികൾ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഖണ്ഡന പ്രസംഗം കേൾക്കുന്നവർക്ക് അതിന്റെ സീഡികളുണ്ട്, ധാരാളം കേൾക്കാനുണ്ട്. ഈ അടുത്ത് ഇറങ്ങിയ സീഡിയുണ്ട്. അതിലൊന്നിന്റെ പേരാണ് സലഫിയുടെ ആദർശങ്ങൾ വേലി വിവാദം. അതൊരു വേലി വിവാദമുണ്ട്. ഇത് കേൾക്കേണ്ടി തന്നെയാണ് എല്ലാവരും. മറ്റൊന്നാണ് സലഫിയുടെ മദ്ഹ്, അബൂജഹലിന്റെ കുഫർ. സലഫി വന്നിട്ട് മൗലവി വന്നിട്ട് പറഞ്ഞു 11 മദ്ഹ് പറഞ്ഞു അബൂജഹൽ. 11 ഖുർആനെതിരാണ്. അത് ഓരോന്നോരോ അക്കമിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാടുണ്ട് പ്രമാണങ്ങൾക്കെതിരെ സലഫിയുടെ നുണകൾ, കളവ് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഖണ്ഡന പ്രസംഗത്തിന്റെ സ്വീകരി ധാരാളമുണ്ട്. അത് വേണ്ടവർക്ക് അത് കേൾക്കാം. ഇപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞു നിർത്തുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, അള്ളാഹുവിനുള്ള ദിക്റ് എപ്പോഴും നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. കിട്ടുന്ന സമയമൊക്കെ ദിക്റിന് ഉപയോഗപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമറനി റബ്ബി ബിതിസ്ഇൻ. 9 കാര്യം എന്റെ റബ്ബനോട് കൽപ്പിച്ചു. ഖശിയത്തില്ലാഹി ഫിസ്സിർരി വൽ അലാനിയ. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹനെ ഭയപ്പെടണം. വെറും പരസ്യമായിട്ട് നന്നായാ പോരാ, രഹസ്യ ജീവിതം നന്നാകണം. ആള് കാണാത്തപ്പോ നിന്റെ കോപ്പിരാട്ടി എന്താ? ആള് കാണാത്തപ്പോ നിന്റെ പ്രവർത്തനം എന്താ? സുബ്ഹാനല്ലാഹ്. അല്ലാഹ് കാണുന്നതിനെ കുറിച്ച് നീയും ഞാനും ചിന്തിക്കുന്നില്ല. അല്ലാഹു അറിയുന്നതിനെ കുറിച്ച് നീയും ഞാനും ഭയപ്പെടുന്നില്ല. ജനങ്ങൾ കാണുമെങ്കിൽ നീയും ഞാനും അത് ചെയ്യൂല. സുബ്ഹാനല്ലാഹ്. ഒരു 6, 7, 8 വയസ്സുള്ള ഒരു കുട്ടി കാണുമെങ്കിൽ ചെയ്യാത്ത തെറ്റുകൾ പടച്ച റബ്ബിന്റെ മുന്നിൽ വെച്ച് ചെയ്തില്ലേ ചെറുപ്പക്കാരാ? ഖശിയത്തില്ലാഹി ഫിസ്സിർരി വൽ അലാനിയ. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹനെ ഭയപ്പെടണം. പരസ്യമായി മാത്രം ഭയപ്പെട്ടാ പോരാ, രഹസ്യമായി മാത്രം ഭയപ്പെട്ടാൽ പോരാ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അതിന്റെ പുറമെ വൽ ഖസ്ദി ഫിൽ ഫഖ്രി വൽ ഗിനാ.
ഐശ്വര്യമുള്ള സമയത്തും ദാരിദ്ര്യമുള്ള സമയത്തും മിതത്വം പാലിക്കണം. എത്ര കിട്ടിയാലും അനാവശ്യം ചെലവഴിക്കരുത്. എത്ര ദാരിദ്ര്യമുണ്ടെങ്കിലും അത്യാവശ്യത്തിനുള്ള ചെലവുകൾ ചുരുക്കരുത്. സംതൃപ്തി മനസ്സിലുള്ള സമയത്തും ദേഷ്യം പിടിക്കുന്ന സമയത്തുമൊക്കെ നീ നീതിയുടെ വാചകമേ പറയാവൂ. ഒരിക്കലും അനീതി സംസാരിക്കരുത്. ഒരിക്കലും അനീതിയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. എവിടെയും നീതി, ആരുടെ മുന്നിലും നീതി, എപ്പോഴും നീതി. അത് നിന്റെ മുഖമുദ്രയാകണം. കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ പടയങ്കി, അലി റളിയല്ലാഹുവിന്റെ പടയങ്കി വീണുപോയി. ആ പടയങ്കിയും നോക്കി കുറെ തെരഞ്ഞു നടന്നു, എവിടെയും കാണുന്നില്ല. മഹാനായ അലി റളിയല്ലാഹു അൻഹു 1-2 ദിവസം കഴിഞ്ഞ് അങ്ങാടിയിൽ ചെന്ന് നോക്കുമ്പോ ആ പടയങ്കി ഒരു യഹൂദി വെച്ച് വിൽക്കുകയാണ്. യഹൂദിയെ തൊണ്ടി സഹിതം പിടിച്ചു. എന്റെ പടയങ്കിയാണ്, ഇതെനിക്ക് തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം കൂട്ടാക്കിയില്ല. അലി റളിയല്ലാഹു അൻഹു കോടതിയിലേക്ക് പോയി. ഭരണാധികാരിയായ അലി റളിയല്ലാഹു അൻഹു താൻ തന്നെ നിശ്ചയിച്ച കോടതിയിലേക്ക് ജഡ്ജിയുടെ സമീപത്ത് ചെന്നു. ആരാണത്? മഹാപണ്ഡിതനായ സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു ആണ്. കോടതിയിൽ കേസ് ബോധിപ്പിച്ചു. സുറൈഹുൽ ഖാദി ചോദിച്ചു, അലി ഇബ്നു അബീ താലിബ് തങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടേതാണ് പടയങ്കി എന്നതിന് സാക്ഷിയുണ്ടോ? യഹൂദി പറയുന്നത് എന്റേതാണെന്നാണല്ലോ, നിങ്ങൾക്ക് സാക്ഷിയുണ്ടോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്. ആരാ സാക്ഷി? എന്റെ മകൻ ഹസൻ സാക്ഷിയാണ്. എന്റെ മകൻ ഹസൻ സാക്ഷിയാണ്. എന്റെ അടിമ ഖംബറും സാക്ഷിയാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് സുറൈഹുൽ ഖാദി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ, സ്വന്തം ബാപ്പാക്ക് അനുകൂലമായി മകൻ സാക്ഷി പറഞ്ഞാൽ ഇസ്ലാമിന്റെ കോടതിയിൽ സ്വീകരിക്കൂല. മകൻ ബാപ്പക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞാൽ കോടതിയിൽ സ്വീകരിക്കൂല. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു അത്ഭുതമാണ്. റജുലുൻ മിൻ അഹ്ലിൽ ജന്നത്തി, സ്വർഗ്ഗക്കാരിൽപ്പെട്ട ഒരു മഹാനല്ലേ എന്റെ മകൻ ഹസൻ. സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലുള്ള ചെറുപ്പക്കാരൻ നേതാവനാണെന്നല്ലേ പറഞ്ഞത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അങ്ങനത്തെ ഹസൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലെ നേതാവായിട്ട് സാക്ഷിക്ക് പറ്റൂല എന്നാണോ പറയുന്നത്? സുറൈഹുൽ ഖാദി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ബലാ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്.